ഉഹുദ് യുദ്ധ രണാങ്കണത്തിൽ ഉഹുദ് മലയുടെ മുകളിൽ സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയിരുന്നു. അവരെല്ലാം ആ പറഞ്ഞ സ്ഥലത്ത് നിൽക്കാതെ അവിടുന്ന് ഇറങ്ങിപ്പോയ ഒരു സംഭവം ചരിത്രത്തിൽ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഉണ്ടായിരുന്നു. നബി തങ്ങൾ പറഞ്ഞുകൊടുത്ത് നിൽക്കാതെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അതിൻ്റെ ഇടയിൽ അവിടുന്ന് ഇറങ്ങിപ്പോന്നവരായിട്ട്. അപ്പോൾ ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കുറവായിട്ട് ചിലർ സഹാബികൾ പറയുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ മറുപടി? ഇസ്തസല്ലഹുമുശ് ശൈത്താൻ എന്നാണ് ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു അഫല്ലാഹു അൻഹും, അള്ളാഹു അതവർക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇത് ഉസ്മാൻ തങ്ങളുടെ ഒരു ന്യൂനതയായി അവതരിപ്പിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പിശാചിൻ്റെ പ്രവർത്തനമായിട്ട് അള്ളാഹു തആല ചേർത്ത് ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അള്ളാഹു തആല അത് അഫു ചെയ്ത് തന്നു എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പിശാചിൻ്റെ പ്രവർത്തനമാക്കി മാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് ഖുർആനിൽ. അതുകൊണ്ട് അത് ന്യൂനതയായി പറയാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ എന്ത് പ്രവർത്തനം തെറ്റ് ചെയ്താലും അത് പിശാചിനെ അടിച്ചേൽപ്പിച്ച് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അല്ലെങ്കിൽ ഉഹുദിൽ നിന്ന് ഇറങ്ങിപ്പോയ സഹാബികളെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അത് അവരെ കുറവായിട്ട് കണക്കാക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം.